നമസ്കാരം. മലയാളത്തിലിറങ്ങിയ പ്രശസ്തമായൊരു സിനിമയുണ്ട്, ദശരഥം. നമ്മൾ പലരും കണ്ടിട്ടുള്ളതാണ്. ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ ഗർഭപാത്രം വാടകയ്ക്ക് കിടക്കുന്ന ആ ഒരു രീതി, അതേക്കുറിച്ചുള്ളതാണ് ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ. ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ലോകത്ത് വളരെ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതിന് ഒരുപാട് പേർ ഇപ്പോഴതിന് തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾ ജനിക്കാത്ത സ്ത്രീകൾ ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു രീതി നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ആ ഗവേഷണത്തെ ഞെട്ടിപ്പിക്കുന്ന പുതിയൊരു കാര്യമാണ്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കൃത്രിമ ഗർഭപാത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുകയല്ല, കൃത്രിമ ഗർഭപാത്രമാണ് എന്ന് നമ്മൾ ഓർക്കുക. ഇത് പ്രധാനമായും ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ മാസം തികയുന്നത് വരെ അവരെ അതിൽ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് കൃത്രിമ ഗർഭപാത്രം. സാധാരണഗതിയിൽ നേരത്തെ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ഭൂമിയിലേക്ക് വന്നാൽ അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അവർക്ക് ശ്വാസ തടസ്സമാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് അവരുടെ ശ്വാസകോശം പൂർണ്ണമായും അതിൻ്റെ വളർച്ച പ്രാപിച്ചിരിക്കില്ല എന്നുള്ളതാണ്. ഇത് കാരണം തന്നെയാണ് പലപ്പോഴും കുട്ടികൾ മരിക്കാറുള്ളത്. അമേരിക്കയിലും മറ്റും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതുപോലെ അവരുടെ മാസം തികയാതെ പ്രസവിച്ച് മരണപ്പെടുന്നത്. ഇതിന് ഒരു പരിഹാരം എന്ന വണ്ണമാണ് ഗവേഷകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനുള്ള ആദ്യ പരീക്ഷണം അവർ നടത്തിയത് ആടുകളിലാണ്. ആടുകളിൽ ഈ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു. പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ ആടുകളും ഇത്തരത്തിൽ മാസം തികയാതെ പ്രസവിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയത് ആടുകളിൽ തന്നെയായിരുന്നു. ഇത്തരത്തിൽ കൃത്രിമ ഗർഭപാത്രത്തിൽ വളർത്തിയ ഒരു ആട്ടിൻകുട്ടി ഇപ്പോൾ അത് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത. നന്നായി ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. അതിന് ഹൃദയം, കരൾ തുടങ്ങിയ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ തന്നെ പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ആട്ടിൻകുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഗവേഷണത്തിൻ്റെ ഏറ്റവും ശുഭസൂചകമായ ഒരു ഫലം. പക്ഷേ ഇത് മനുഷ്യരിലേക്ക് എന്ന് ഈ പരീക്ഷണം നടത്താൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു പരീക്ഷണം മനുഷ്യരിൽ വിജയിക്കുകയാണെങ്കിൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള കൃത്രിമ ഗർഭപാത്രങ്ങൾ സൂക്ഷിക്കാനും അവിടെ അവർ വളർന്ന് അതിൻ്റെ കാലമാകുമ്പോൾ 10 മാസം ആകുമ്പോൾ അതിനെ വീണ്ടും പുറത്തേക്ക് എടുക്കാനും ഒക്കെയുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കിടക്കും. പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ തയ്യാറായിട്ടില്ല. കാരണം ഇത് മനുഷ്യരിൽ പരീക്ഷിച്ചാൽ മാത്രമേ ഇത് നാളെ എത്രത്തോളം ഫലപ്രദമായി മനുഷ്യരിൽ ഇത് പ്രായോഗികമാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലുള്ള ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് ഈ സംരംഭത്തിന് ഏറ്റവും അധികം സംഭാവന നൽകിയിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കൃത്രിമ ഗർഭപാത്രത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി ഒരു കുഞ്ഞ് അതിൻ്റെ വളർച്ച പൂർത്തിയാക്കി പ്രസവിക്കുന്നതിലേക്കായി 37 മുതൽ 40 ആഴ്ച വരെ സമയമെടുക്കും എന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാവട്ടെ പലപ്പോഴും ഈ ഒരു 28 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ അവർ ജനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആടുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ 106 മുതൽ 113 ദിവസത്തിനകം തന്നെ അവരുടെ വളർച്ച പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലും ഈ പൂർണ്ണ വളർച്ച എത്താതെ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിരവധിയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇന്ത്യയിലും ഇത്തരത്തിൽ ജനിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമായി ഈ ഒരു ഗവേഷണം ഫിലാഡൽഫിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തുന്ന ഈ ഒരു പരീക്ഷണം വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ആടുകളിൽ വിജയിച്ച സ്ഥിതിക്ക് ഇനി നാളെ മനുഷ്യരിലും ഇത് വിജയകരമായി തന്നെ എത്തും. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ആശ്വാസമാകും എന്നുള്ളതും ഉറപ്പാണ്.